തൃശൂർ വാടാനപ്പള്ളിയിൽ യുവാവിനെ സഹപ്രവർത്തകർ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പത്തനംതിട്ട സ്വദേശിയായ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയായിരുന്നു. ഈ സംഭവത്തിൽ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പിടിയിലായിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ലെവിൻ, പറയാം, എന്താണ് സംഭവം, എന്താണ് പോലീസ് നടപടികൾ? സേതു, ഇന്നലെ രാത്രിയാണ് ആ കൊലപാതകം നടക്കുന്നത്. ദാരുണമായ കൊലപാതകം, ക്രൂരമായ കൊലപാതകം എന്ന് തന്നെ വേണം പറയാൻ. കാരണം മദ്യപിച്ച് ഇരിക്കുന്നതിനിടയിൽ സുഹൃത്തായിട്ടുള്ള അനിൽകുമാറിനെ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഷാജു ചാക്കോ കെട്ടിടത്തിന് മുകളിൽ നിന്നും തള്ളിയിടുകയും അയാൾ പരിക്കേറ്റ് നിലത്ത് വീണ് കിടക്കുമ്പോൾ പിന്നാലെ എത്തി കല്ലുകൊണ്ട് തലക്കിടിച്ച് മരണം ഉറപ്പുവരുത്തുകയുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതിയായിട്ടുള്ള ഷാജു ചാക്കോ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമയെ കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നത്. ഇതിനുശേഷം അനിൽകുമാറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്ഥാപന ഉടമയും മറ്റുള്ള ആളുകളും ചേർന്ന് ശ്രമിച്ചു. എന്നാൽ വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. വാടാനപ്പള്ളിയിലെ തൃത്തല്ലൂരിൽ മുളു ബസാർ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് രണ്ടുപേരും. മദ്യപാനത്തിനിടയിൽ ഉണ്ടായ വാക്കുതർക്കവും വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന വിവരം. അനിൽകുമാറിനെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾക്ക് വേണ്ടി വേഗത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു വരികയാണ്. കൊലപാതകം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പടക്കമുള്ള നടപടികൾ ഇന്ന് രാവിലെ നടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കൊലപാതകം നടത്തി സുഹൃത്തിനെ അപകടപ്പെടുത്തി എന്നുള്ള കാര്യം പ്രതിയായിട്ടുള്ള ആൾ തന്നെയാണ് പോലീസിനെ അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ സ്ഥാപന ഉടമയെ അറിയിക്കുന്നതും. സ്ഥാപന ഉടമയും ആളുകളും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. ഏതായാലും ക്രൂരമായൊരു കൊലപാതകം എന്ന് തന്നെ വേണം പറയാൻ. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നുമാണ് വാടാനപ്പള്ളി പോലീസ് അറിയിച്ചിരിക്കുന്നത്. സേതു, ശരി ലെവിൻ. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഒരാളുടെ ജീവൻ എടുത്തിരിക്കുന്നത്. തൃശൂർ വാടാനപ്പള്ളിയിലാണ് യുവാവിനെ സഹപ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ.